ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മുല്ലച്ചെടികൾ പലതരത്തിൽ കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതും പുതിയ തരത്തിലുള്ള ഒരു മുല്ലച്ചെടിയാണ്. പുതിയ തരത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ചെടി ഒത്തിരി പഴക്കമുള്ളതാണ്. എന്നാൽ നമ്മൾ കാഴ്ചക്കാരിലേക്ക് അപൂർവമായിട്ടൊക്കെ കണ്ടുവരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ മുല്ല. ഇത് കാണുമ്പോൾ നമുക്കൊരു മുല്ലച്ചെടിയായിട്ട് പെട്ടെന്ന് തോന്നില്ല. കാരണം നമ്മുടെ എല്ലാം മനസ്സിൽ മുല്ല എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ടല്ലേ. കാഴ്ചയിൽ മുല്ലച്ചെടി പോലെ നമുക്ക് തോന്നില്ലെങ്കിലും ഇതിൻ്റെ സുഗന്ധം നമ്മുടെ അറിവിലുള്ള മറ്റെല്ലാ തരം മുല്ലപ്പൂക്കളുടെയും മുകളിലാണ് കേട്ടോ ഈ ചെടി നിൽക്കുന്നത്. അതിനും മാത്രം സുഗന്ധം എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു സുഗന്ധം നിറഞ്ഞ നല്ലൊരു ചെടിയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് രാത്രി മാത്രമാണ് പൂക്കുന്നത്. നമ്മുടെ നാട്ടിലെല്ലാം കണ്ടുവരുന്ന നാടൻ മുല്ലച്ചെടികൾ സന്ധ്യ കഴിഞ്ഞാലൊക്കെ പൂത്ത് വരും അല്ലേ. അത് പൂക്കുമ്പോൾ ആ പൂവ് 1, 2, 3 ദിവസങ്ങളൊക്കെ നിൽക്കും. എന്നിരുന്നാൽ നമ്മുടെ ഈ മുല്ലയുടെ പ്രത്യേകത, ഇത് നമ്മളൊരു 8 മണിക്ക് ശേഷമാണ് ഇതിനകത്ത് വിരിയുന്നത്. അത് വിരിഞ്ഞു കഴിഞ്ഞാൽ നേരം വെളുക്കുന്നതിൻ്റെ മുന്നേ അത് നമുക്ക് ആ വിരിഞ്ഞതെല്ലാം ചുരുങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പകലുള്ളൊരു വീഡിയോ ആണ്. ഈ ചെടി നമ്മൾ രാത്രിയിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 2 വീഡിയോസും നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പകലുള്ള കാഴ്ചയും രാത്രിയുള്ള കാഴ്ചയും വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നൈറ്റ് ബ്ലൂമിങ് ജാസ്മിൻ എന്നും നിശാറാണി എന്നും അതിലുപരി ഒരുപാട് പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ എല്ലാം കൈകളിലുള്ള ചെടികളിൽ പകല് പൂക്കളുണ്ടായിട്ട് രാത്രിയല്ലേ ഇതേപോലെ മൊട്ടുകൾ വിരിയാറായിട്ട് നിൽക്കുന്നത്. എന്നാൽ ഇത് നേരെ ഓപ്പോസിറ്റാണ്. ഇത് പകല് ഇതേ രീതിയിൽ, ഈ കാണുന്ന ഇതേ രീതിയിൽ നിൽക്കും കേട്ടോ. മൊട്ട് പോലെ വന്നിട്ട് നിൽക്കും. എന്നാൽ രാത്രിയാകുമ്പോൾ നല്ല സുഗന്ധം തന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പൂത്ത് നിറയും. നമ്മുടെ നിശാഗന്ധിയൊക്കെ പൂക്കുന്ന അതേ ലെവലാണ് കേട്ടോ. നമുക്ക് ഇത് പൂമൊട്ടുകളുള്ള കമ്പുകൾ എടുത്തിട്ട് ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം ആക്കിയിട്ട് അതിനകത്ത് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ രാത്രി ഇത് പൂക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഗന്ധം നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നിറഞ്ഞു പരക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു പറയുകയാണ്, ഇത് നമ്മുടെ സെയിൽ വീഡിയോ അല്ല. നമുക്ക് ഒരു നല്ലൊരു ചെടിയെ കിട്ടിയപ്പോൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രാത്രിയിലെ ഈ ചെടിയുടെ ഒരു പ്രത്യേകത. ഈ കാണുന്നത് നമ്മൾ രാത്രിയിലുള്ള കാഴ്ചയാണ് കേട്ടോ. രാത്രിയിൽ വിരിഞ്ഞെങ്കിലും നമുക്ക് വീഡിയോ ആയതുകൊണ്ട് തന്നെ ആർക്കും ഇതിൻ്റെ ഒരു സുഗന്ധം അനുഭവിക്കാനായിട്ട് പറ്റില്ല എന്നറിയാം. എന്നിരുന്നാലും നല്ല സുഗന്ധം എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടില്ല. അപ്പോൾ രാത്രിയിലെ ഈ ചെടിയുടെ കാഴ്ച നമുക്കൊരു കുറച്ച് സമയം കൂടി കാണാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.